ഉദ്യോഗസ്ഥരെല്ലാം അവിടെ പൂർണ്ണ സജ്ജരായിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ മേഖലയിൽ എത്തി സജ്ജരായി നിൽക്കാനാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഫെലിക്സ് തുടരുന്നുണ്ട് ഈ മേഖലയിൽ നിന്നും നമുക്കൊപ്പം. ഫെലിക്സ്, ഈ ഏതെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ഈ ദൗത്യം സംബന്ധിച്ച്? തീർച്ചയായും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആനയെ പരമാവധി നേരം നിരീക്ഷിക്കുക എന്നതാണ്. അതായത് ആന സ്വയം കാട് കയറി പോകുന്നുണ്ടോ എന്ന് നോക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അങ്ങനെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിവിധ സംഘം ഈ മേഖലയിൽ മണ്ണുണ്ടി കോളനി പരിസരത്തായി നിലയുറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരങ്ങനെ പരമാവധി ആനയെ നിരീക്ഷിക്കുന്നു. തീർച്ചയായും ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോളനിയാണ്. ഇവിടെ ധാരാളം വീടുകളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ട്. കാരണം സ്വാഭാവികമായും ഈ കോളനി പരിസരത്തേക്ക് ആന എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾക്കും ആശങ്കയുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ ഈ ആനയെ കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം ആന ഈ സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പറയുന്നത്. ചേട്ടാ, നിങ്ങൾ വല്ലതും ആനയെ കണ്ടിരുന്നോ? ആനയൊന്നും കണ്ടിട്ടില്ല, ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഈ നേരം വരെ കണ്ടിട്ടില്ല. തൊട്ടടുത്ത് ഫോറസ്റ്റ്, ഇതിപ്പോൾ മൊത്തം ഫോറസ്റ്റ് തന്നെയാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ട്രെഞ്ച് ഉണ്ട്. ട്രെഞ്ചിൻ്റെ അങ്ങോട്ട് ഫോറസ്റ്റ്, ഇതേപോലെ ഫ്രണ്ടിലും ഫോറസ്റ്റാ. ആന പോയിട്ടുണ്ട് അല്ലേ? എനിക്ക് വേഗം കാട്ടിൽ ഇതിപ്പോൾ അവിടുന്ന് വിട്ട് കഴിഞ്ഞിട്ട് കാട്ടിലേക്ക് കയറാനേ സാധ്യതയുള്ളൂ. കാട്ട് കയറാനേ സാധ്യതയുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലില്ല, പ്രൈവറ്റ് ഏരിയയിൽ ഇല്ലല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടുന്ന് അടുത്താണ്. ഇപ്പോൾ അവിടുന്ന് ഒരു 100-200 മീറ്റർ കാട്ട് കഴിഞ്ഞാൽ ചാലക്കത്ത് നിന്ന് ഇവിടെ പുറത്തേക്ക് ചാടാനാ സാധ്യത. നേരത്തെ ഇന്നലെ ആന കണ്ട സ്ഥലത്ത് നിന്ന് ഈ വഴിക്കായിട്ടുണ്ടോ പോയിട്ടുണ്ടോ? ഇതിലെ പോവാണ്? ഇല്ല, ഇതിലേ പോയി കണ്ടിട്ടില്ല. പിന്നെ രാത്രി അലർച്ചലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഒരു 10-10:30 മണിയൊക്കെ ആകുമ്പോൾ നല്ല കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ സൈഡ് ഇങ്ങനെ. ഈ ആന നേരത്തെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണോ? അതിന് മുന്നൊക്കെ ആന ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഈ കാട്ടാന ഇറങ്ങലുണ്ട്. ആശങ്കയുണ്ടോ? ഇല്ല, അങ്ങനെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഇതും ഉണ്ടായിട്ടില്ല, പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഓടിച്ചാൽ പോവും, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. കുറെ കുടുംബങ്ങളുണ്ടോ? 44 കുടുംബമുണ്ട് മണ്ണുണ്ടി കോളനി. നിങ്ങളേതായാലും ആനെ കണ്ടിട്ടില്ല? ഇല്ല. ഏതായാലും ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നതാണ്. കാരണം ഇവരാണെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ വനംവകുപ്പ് ഈ പരിസരത്ത് ആന ഉണ്ട് എന്നതാണ്. പക്ഷെ ഇവർ ഒച്ച കേട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ആനയുടെ ഒച്ച ഈ വീട്ടുകാർ കേട്ടിട്ടുള്ളത്. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഫോറസ്റ്റാണ്. തൊട്ട് സമയത്തൊക്കെ ഫോറസ്റ്റാണ്. ഇവിടെ 42 കുടുംബങ്ങളാണ് മണ്ണുണ്ടി കോളനിയിൽ താമസിക്കുന്നത്. ആ കോളനിക്ക് ചുറ്റും ഫോറസ്റ്റാണ്, വനമാണ്, കർണാടക ഫോറസ്റ്റാണ്. ഒരു വശത്ത് കേരളത്തിന് കുറച്ച് സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വനത്തിനുള്ളിലേക്ക് ആനയ്ക്ക് വളരെ വേഗം എത്തിപ്പെടാം എന്നതാണ് നേരത്തെ ഇന്നലെ ഈ ദാരുണമായ സംഭവം നടന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് 8 കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഇതുള്ളത്. പ്രത്യേകിച്ചും വനത്തോട് ചേർന്നൊരു മേഖല കൂടിയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ആനയ്ക്ക് വനത്തിലേക്ക് പോകാനൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പരിസരത്തൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സ്ഥലം, ഇന്നലെ ആന ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ഈ പ്രദേശത്തേക്ക് 8 കിലോമീറ്റർ മാറി ഈ ഒരു വനത്തോട് ചേർന്ന പ്രദേശത്ത് മണ്ണുണ്ടി കോളനി പരിസരത്തേക്ക് ആന എത്തിയിട്ടുണ്ട് എന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പക്ഷേ കോളനി ആളുകൾ അത് കണ്ടിട്ടില്ല. ഒരുപക്ഷെ തൊട്ടടുത്ത് വനപ്രദേശമാണ്, വനമാണ്, കർണാടക ഫോറസ്റ്റാണ്. അപ്പോൾ അവിടേക്ക് കയറി പോകാനും സാധ്യതയുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമാണ് വേണ്ടത്. ആന ഇവിടെ ഉണ്ടോ, ഇവിടുന്ന് മാറിയിട്ടുണ്ടോ എന്ന്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തൊക്കെ ആന ഇറങ്ങുന്നല്ലേ സ്ഥലമല്ലേ? ആന ദിവസം ഇറങ്ങും. ട്രെഞ്ചുണ്ട്. ട്രെഞ്ചിന് പുറത്ത് അങ്ങനെ കാര്യമായിട്ട് വരുത്തില്ല. ഫെൻസിങ് ഉണ്ട്. അതിലും തന്നെ കാര്യമൊന്നുമില്ല. ഇതെല്ലാം പൊളിച്ചിട്ടുള്ള പോയിട്ടുള്ളൂ. ഈ വഴിക്കാന്ന് പറയുന്നത് കേട്ടു. കറക്റ്റായിട്ട് ട്രെഞ്ചിനൊക്കെ ട്രെഞ്ചിന് പോകേണ്ട ചുറ്റുമല്ലേ ഉള്ളൂ. പിന്നെ ഫുള്ള് ഫോറസ്റ്റാണല്ലോ. കോളനിക്ക് ചുറ്റും ഫോറസ്റ്റാണ്. അതെ, കേരള ഫോറസ്റ്റാണ് ഇത്. തോൽപ്പെട്ട് റേഞ്ച്. ഇതിന് പിന്നിൽ കൂടെ പോകാനാണ്. അതെ, പിന്നെ ഇതിൻ്റെ പിന്നിൽ കൂടെ മറക്കാനാണ് സാധ്യത. പക്ഷെ എന്തായാലും ഇതിലേ വരില്ല. ഇതിന് ടൗണിൽ നിന്ന് വരില്ല. കാട്ടൂർ ടൗണിൽ ബന്ധപ്പെട്ട പിന്നെ ഇതിലാണെങ്കിൽ ഷോർട്ടാ. കോണവലി ചാടിയിട്ട് കോണവലിൽ നിന്ന് പടമലയിൽ നിന്ന് ചാടി ഇപ്പുറത്ത് കിടക്കാനത് നമ്മളെ ഫോറസ്റ്റ് തന്നെയാണ്. തോൽപ്പെട്ട് റേഞ്ച്. തോൽപ്പെട്ട് ബാലു സെക്ഷൻ. കർണാടക. ബാലു കഴിഞ്ഞാൽ പിന്നെ കർണാടക. നിങ്ങൾ ആനയുടെ ഒച്ചയൊക്കെ കേട്ടിരുന്നോ? രാത്രി ഒച്ച കേട്ടിട്ടുണ്ടായിരുന്നു. രാത്രി ഇവിടെ പലരുടെ കേൾക്കുന്നുണ്ട്. അത് തന്നെ പറയാൻ പറ്റില്ല കറക്റ്റായിട്ട്.
പിന്നെ അത് രാവിലെ ഒന്നും പുലർച്ചെ ഒന്നും ഇല്ലല്ല, പുലർച്ചയായിട്ടൊന്നും ഒരു സൗണ്ടും കേട്ടൊന്നുമില്ല. പേടിയുണ്ടോ? പിന്നെ ആനയെ പേടിക്കണ്ടേ? ആനയെ പേടിക്കാതിരിക്കാൻ പറ്റുമോ? ആനയെ പേടിക്കണമല്ലോ നമ്മൾ, വളരെ ശ്രദ്ധിക്കും വേണം. ഇടയ്ക്ക് ഇറങ്ങുമല്ലേ അങ്ങനെ ആന ഇറങ്ങും. സാധനം ഇറങ്ങിയാൽ നമ്മൾ ശല്യമില്ലായിട്ടൊന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നിട്ടില്ല. പിന്നെ വല്ല കൃഷികൾ നശിപ്പിച്ച് പോകുന്നല്ലാണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നിട്ട് കോളനിക്ക് ഇങ്ങനെ വന്ന് കയറിയ വാഴയോ വല്ല തെങ്ങോ പറിച്ച് കവുങ്ങോ പറിച്ച് തിന്നിട്ട് പോകാന്നല്ലാണ്ട് ഓടിച്ച പടക്കം വെച്ച് പൊടിച്ചാൽ പോകുന്നല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല. അതാണ് ഇവർ പറയുന്നത്. മിക്കപ്പോഴും ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ചാണ് ആനയെ തുരത്താറ്. ആന അങ്ങനെ വലിയ അക്രമകാരി ആയിട്ടില്ല ഇതിന് മുൻപ് എന്നതാണ്. പക്ഷേ നമുക്കറിയാം, ഇത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. കർണാടക ഫോറസ്റ്റിൽ നിന്ന് പിടിച്ച ആന, കർണാടക വനപ്രദേശത്ത് വിട്ട ആന അത് ഇങ്ങോട്ടേക്ക് വനപ്രദേശം കടന്ന് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. നമ്മൾ ഇന്നലത്തെ ദൃശ്യങ്ങൾ തന്നെ വളരെ വേദനിപ്പിക്കുന്നതാണ്. അപ്പോൾ അത്രയും അക്രമകാരി ഒരു ആനയാണ്. ആന ഏതായാലും ഈ പരിസരത്ത് എവിടെയോ ഉണ്ട് എന്നത് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ഒക്കെ തന്നെ ചെയ്തു വരികയാണ്. ഏതായാലും വനത്തോട് ചേർന്ന മേഖലയായതുകൊണ്ട് നമുക്ക് അല്പം ആശ്വസിക്കാം. ഒരുപക്ഷെ ആന വനത്തിൽ ഉള്ളിലേക്ക് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. ഇവിടെ എത്തി അവർ അവിടെ ആ പ്രദേശത്ത് നമ്മുടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കപ്പുറം കർണാടക ഫോറസ്റ്റ് റേഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥരൊക്കെ എത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം കൈമാറുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കർണാടക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ ഇല്ല. കേരളത്തിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെയാണുള്ളത്. തോൽപ്പെട്ട് റേഞ്ചാണെന്നതാണ് ഈ നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ കർണാടക കൂടി അതിർത്തി പങ്കിടുന്ന മേഖലയായതുകൊണ്ട് ഇത് ഒരു വശത്ത് കർണാടകയാണ്, മറ്റൊരു വശത്ത് കേരളത്തിൻ്റെ വനമേഖലയാണ്, തോൽപ്പെട്ട് റേഞ്ചാണ്. അപ്പോൾ അത് രണ്ടും കൂടെ അതിർത്തി പങ്കിടുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ കർണാടകത്തിൻ്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ കർണാടക വനമേഖലയിലുണ്ട്. പക്ഷേ അവർ ഇങ്ങോട്ടേക്ക് എത്തി ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആനക്കാട് കയറിയതായുള്ള സ്ഥിരീകരണമോ മറ്റോ അവരുടെ ഭാഗത്തു നിന്നും ഉള്ളതായോ ഒന്നും നമുക്കിപ്പോൾ വ്യക്തതയില്ല. ഏതായാലും ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോഴുണ്ട്. അവർ ഇവിടെ പരമാവധി നിരീക്ഷണം നടത്തുന്നു. നിരീക്ഷണം നടത്തി ആന അതായത് കാട് കയറി പോകുന്നുണ്ടോ അതോ ആന ഇവിടെ തന്നെ ഏറെ നേരം നിലയുറപ്പിക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പരിശോധിക്കുന്നത്. അങ്ങനെ ഒരു ആന എങ്ങോട്ടാണ് ആനയുടെ നീക്കം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടി. എന്ത് വേണം ഇനിയുള്ള നടപടി? ആന സ്വയം ഇനി എന്ത് നടപടിയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക? ആ ഒരു വിഷയത്തിൽ തന്നെയാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്.